ചേലക്കര കണ്ട ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാണ് നമ്മൾ കണ്ടത്. വോട്ടെണ്ണാൻ മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോൾ മുന്നണികളുടെ നെഞ്ചിടിപ്പ് ഏറുകയാണ്. ചേലക്കരയിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്കാണ്. 18,000 വോട്ടിന്റെ ഭൂരിപക്ഷം ചേലക്കരയിൽ UR പ്രദീപ് നേടുമെന്നാണ് CPIM-ന്റെ കണക്ക്. 5,000-എങ്കിലും ഭൂരിപക്ഷം ഉറപ്പെന്ന് നേതാക്കൾ. തെല്ലും ആശങ്കയില്ലെന്ന LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. വിജയപ്രതീക്ഷ തന്നെയാണ്. അതിനകത്ത് തുടക്കം മുതൽ വേറെ ഒന്നും മങ്ങൽ വന്നിട്ടില്ല. ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് തന്നെയുള്ള വിധി തന്നെ ഉണ്ടാവുള്ളൂ. അത് ഞങ്ങൾ ആ വിധി മാനിച്ചു കഴിഞ്ഞ് ഒരു അനുകൂലമായ വിധി വന്നാലും തുടർന്നുള്ള പ്രവർത്തനം ഇനിയുള്ള ദിവസം പരമാവധി ഉപയോഗപ്പെടുത്തി നാടിന് ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ മാത്രമാണ് ചെയ്യാനുള്ളത്. പാലക്കാടും വയനാടും അപ്പുറം ചേലക്കര നേടുന്നതാണ് രാഷ്ട്രീയ വിജയമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. അത് മുന്നിൽ കണ്ട താഴെത്തട്ട് മുതൽ നടത്തിയ പ്രവർത്തനങ്ങളിലാണ് UDF വിശ്വാസമർപ്പിക്കുന്നത്. ചേലക്കരയിലെ മാറ്റത്തിനായിട്ട് ചേലക്കരക്കാർ കാത്തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു പിന്തുണ കൂടെ ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെ വിജയത്തിൽ ഉറപ്പായിരിക്കും. അപ്പം ജനങ്ങളെ സംബന്ധിച്ച് അവർ ഈ ഒരു മാറ്റത്തിനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവരെന്തായാലും കൂടെ ചേർന്ന് നിൽക്കുന്നു. മറ്റ് കണക്കുകളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ലീഡേഴ്സ് ഞങ്ങളോട് പങ്കു. ഇതുവരെയുള്ളതിൽ മികച്ച മുന്നേറ്റം നടത്താനാകുമെന്നാണ് മണ്ഡലത്തിലെ BJP പ്രതീക്ഷ. BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ജയിക്കാനായിട്ട് തീരുമാനിച്ചൊരു മത്സരമാണ്. അപ്പം ഞങ്ങൾ അതിൽ വലിയ പ്രതീക്ഷയും വെച്ചിട്ടുണ്ട്. ആ പ്രതീക്ഷ തന്നെയായിരിക്കും ചേലക്കര വിജയിച്ച് ചേർക്കുന്നത്. എന്നാൽ PV അൻവറിന്റെ സ്ഥാനാർത്ഥി NK സുധീറിന്റെ സാന്നിധ്യം ഇടതു വലതു മുന്നണികളെ ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. വരവൂർ പഞ്ചായത്തിൽ ആദ്യ റൗണ്ട് എണ്ണിത്തുടങ്ങുമ്പോൾ തന്നെ ചേലക്കരയുടെ ഗതി നിർണയമാകും. 24 തൃശൂർ.